എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഷൻ ബോക്സ് വയറിങ്ങിനെ പറ്റിയാണ്. വിപണിയിൽ 200 രൂപ മുതൽ എക്സ്റ്റൻഷൻ ബോക്സുകൾ അവൈലബിൾ ആണെങ്കിലും അതിൻ്റെ ഗുണനിലവാരവും ആംബിയർ റേറ്റിംഗും വളരെ കുറവാണ്. എക്സ്റ്റൻഷൻ ബോക്സിന്റെ ഉപയോഗം ഒന്നിലധികം ഇലക്ട്രിക്കൽ പോയിന്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. മികച്ച ആംബിയർ റേറ്റിംഗും ഗുണനിലവാരവുമുള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നമുക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യമുള്ള ആക്സസറീസ് ആണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ആവശ്യമുള്ള പോയിന്റുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ബോക്സ്, അതേപോലെ തന്നെ 3-പിൻ സോക്കറ്റും സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് SP/SQ സ്വിച്ചാണ്. പിന്നെ ആവശ്യമുള്ളത് 3 കോർ കേബിൾ ആണ്. അതിൻ്റെ ലെങ്ത് എത്ര മീറ്റർ ആണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. മിനിമം 3 മീറ്ററിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പവർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്ലഗ് ടോപ്പും ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിക്കാനായിട്ട് ആവശ്യമുള്ളത്. 3 3-പിൻ സോക്കറ്റും അതിനെ കൺട്രോൾ ചെയ്യാൻ 3 സ്വിച്ചും അടങ്ങുന്ന ഒരു എക്സ്റ്റൻഷൻ ബോക്സിന്റെ വയറിംഗ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇനി പഠിക്കാം. 3 കോർ കേബിളിൽ നിന്ന് വരുന്ന ഫേസ് ലൈൻ എല്ലാ സ്വിച്ചിന്റെയും ബോട്ടം ടെർമിനലിൽ ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്വിച്ചിന്റെ അപ്പർ ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ 3-പിൻ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫേസ് ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ന്യൂട്രൽ ലൈൻ കണക്ട് ചെയ്യേണ്ടത് 3-പിൻ സോക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. എല്ലാ 3-പിൻ സോക്കറ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു വയർ ഉപയോഗിച്ച് ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 കോർ കേബിളിൽ നിന്നുള്ള എർത്ത് വയർ 3-പിൻ സോക്കറ്റിന്റെ എർത്ത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് 3 കോർ കേബിളിൽ നിന്നുള്ള എർത്ത് വയർ എല്ലാ 3-പിൻ സോക്കറ്റിന്റെയും എർത്ത് ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ ബോക്സിന്റെ വയറിംഗ്. ഇതിന്റെ കണക്ഷൻ ഡയഗ്രം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കൊരു എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിച്ചു നോക്കാം. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഒരു എക്സ്റ്റൻഷൻ ബോക്സ് നിർമ്മിക്കാൻ ആവശ്യമുള്ള മെറ്റീരിയൽസ് ആണ്. ഇത് നിർമ്മിക്കാനായി നമുക്ക് 3 ടൂൾസ് ആണ് ആവശ്യമുള്ളത്. ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു വയർ സ്റ്റെപ്പർ, അതുപോലെ തന്നെ ഒരു കോമ്പിനേഷൻ പ്ലെയറുമാണ് ആവശ്യം. ഇനി നമുക്ക് ആ സ്വിച്ച് ബോക്സ് ആദ്യമായിട്ടൊന്ന് ലൂസ് ചെയ്തെടുക്കാം. സ്വിച്ച് ബോക്സിന്റെ സൈഡിൽ ഒരു പോക്കർ ഉപയോഗിച്ച് ചെറിയൊരു ഹോൾ ഇടേണ്ടതാണ്. അതിന് കാരണം ഈ ഹോളിൽ കൂടിയാണ് 3 കോർ കേബിൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് സ്വിച്ച് ബോക്സിന്റെ കവറിൽ 3-പിൻ സോക്കറ്റും സ്വിച്ചും കണക്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് ഗ്യാപ്പുകളുണ്ട്. ഈ ഗ്യാപ്പുകളിലെല്ലാം 3-പിൻ സോക്കറ്റും സ്വിച്ചും 2 സ്ക്രൂകളുടെ സഹായത്തോടെ ശരിക്കും ടൈറ്റ് ചെയ്ത് മുറുക്കുക. ഏറ്റവും ആദ്യം സ്ക്രൂ ഡ്രൈവറിന്റെ സഹായത്തോടെ ഈ സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഒരു കോമ്പിനേഷൻ പ്ലെയറിന്റെ സഹായത്തോടെ ഈ സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്യണം. ഇപ്പോൾ 3-പിൻ സോക്കറ്റും സ്വിച്ചും നമ്മൾ സ്വിച്ച് ബോക്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കോമ്പിനേഷൻ പ്ലെയറിന്റെ സഹായത്തോടെ ഈ കാണുന്ന രീതിയിൽ എല്ലാ സ്ക്രൂകളും ടൈറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ചെയ്യേണ്ടത് എല്ലാ സ്വിച്ചിന്റെയും ബോട്ടം ടെർമിനൽസ് പരസ്പരം കണക്ട് ചെയ്യണം. അതിനായിട്ട് ചെറിയൊരു വയറിന്റെ സഹായത്തോടെ എല്ലാ സ്വിച്ചിന്റെയും ബോട്ടം ടെർമിനൽസ് തമ്മിൽ ഷോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി ചെറിയൊരു വയർ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം എല്ലാ വയറിൻ്റെയും ബോട്ടം ടെർമിനൽ തമ്മിൽ പരസ്പരം ഷോർട്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാ സ്വിച്ചിന്റെ ബോട്ടം ടെർമിനൽസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ സ്വിച്ചിന്റെ അപ്പർ ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ നേരെ 3-പിൻ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യുക. അങ്ങനെ 3 സ്വിച്ചിന്റെയും അപ്പർ ടെർമിനലിൽ നിന്നുള്ള കണക്ഷൻ 3-പിൻ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിൽ കണക്ട് ചെയ്യണം. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്വിച്ചിലേക്ക് വരുന്നത് ഫേസ് ലൈൻ ആണ്. സ്വിച്ചിന്റെ ഔട്ട്പുട്ടിൽ നിന്നുള്ള കണക്ഷൻ ആണ് 3-പിൻ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രൽ. സ്വിച്ചിന്റെ ഔട്ട്പുട്ടിൽ നിന്നുള്ള കണക്ഷൻ എല്ലാ 3-പിൻ സോക്കറ്റിന്റെ റൈറ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യാനുള്ളത് ന്യൂട്രൽ ലൈനിൻ്റെ കണക്ഷനാണ്. അതിനായിട്ട് ചെറിയൊരു വയർ സംഘടിപ്പിക്കുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് വയറാണ്. അതിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം 3 പിൻ സോക്കറ്റിൻ്റെ ന്യൂട്രൽ ടെർമിനൽസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. അതായത് ഓരോ 3 പിൻ സോക്കറ്റിൻ്റെയും ലെഫ്റ്റ് സൈഡിലെ ടെർമിനൽസ് ഈ കാണുന്ന രീതിയിൽ പരസ്പരം ഷോർട്ട് ചെയ്യണം. ഇപ്പോൾ ന്യൂട്രൽ ലൈനിൻ്റെ കണക്ഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് എർത്ത് കണക്ഷനാണ്. അതിനായി 3 പിൻ സോക്കറ്റിൻ്റെ എല്ലാ എർത്ത് പിന്നുകളും തമ്മിൽ പരസ്പരം ഷോർട്ട് ചെയ്യണം. അതിനായി ഒരു വയറിൻ്റെ ഇൻസുലേഷൻ പൂർണ്ണമായി കളഞ്ഞതിന് ശേഷം എല്ലാ എർത്ത് പിന്നുകളും ഈ കാണുന്ന വിധം ഷോർട്ട് ചെയ്ത് കണക്ട് ചെയ്യുക. ഇപ്പോൾ എർത്ത് കണക്ഷൻ നമ്മൾ പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ബോക്സിലുള്ള ഹോളിൽ കൂടെ 3 കോർ കേബിൾ ഉള്ളിലേക്ക് എടുക്കുക. 3 കോർ കേബിളിൻ്റെ ഫേസ് ലൈൻ, അതായത് റെഡ് നിറത്തിൽ കാണുന്നതാണ് ഫേസ് ലൈൻ, അത് ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെ ബോട്ടം ടെർമിനലിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂട്രൽ ടെർമിനലിൽ 3 പിൻ സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സ്വിച്ചിൻ്റെയും 3 പിൻ സോക്കറ്റിൻ്റെയും ടെർമിനലിൽ കണക്ട് ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ എർത്ത് ടെർമിനലിൽ 3 പിൻ സോക്കറ്റിൻ്റെ എർത്ത് ടെർമിനലിൽ കണക്ട് ചെയ്യുക. 3 കോർ കേബിളിൻ്റെ ഈ 3 കണക്ഷൻ ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ വയറിങ് നമ്മൾ പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കവറിങ് ബോക്സിലേക്ക് നമുക്ക് സ്ക്രൂ ഉപയോഗിച്ച് ശരിക്കും ടൈറ്റ് ചെയ്യാം. എക്സ്റ്റൻഷൻ ബോക്സിൻ്റെ എല്ലാ സ്ക്രൂകളും നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് പ്ലഗ് ടോപ്പിൻ്റെ കണക്ഷനാണ്. ഇതാണ് പ്ലഗ് ടോപ്പ്. പ്ലഗ് ടോപ്പിൻ്റെ കണക്ഷൻ ചെയ്യാനായി അതിൻ്റെ സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്തെടുക്കുക. പ്ലഗ് ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലാണ് ഫേസ് കണക്ട് ചെയ്യേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ന്യൂട്രലും ഏറ്റവും മുകൾ വശത്തെ ടെർമിനലാണ് എർത്ത് ടെർമിനലും കണക്ട് ചെയ്യേണ്ടത്. നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. വയറുകൾ പ്ലഗ് ടോപ്പിൽ കറക്റ്റായിട്ട് അഥവാ ടൈറ്റായിട്ട് ഇരിക്കാനായി ഒരു കേബിൾ ഗ്രിപ്പും കൂടി പ്ലഗ് ടോപ്പിലുണ്ട്. അതും കൂടി ശരിക്കും ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ പ്ലഗ് ടോപ്പിൻ്റെ കണക്ഷൻ നമ്മൾ പൂർണ്ണമായി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്യാനായി എക്സ്റ്റൻഷൻ ബോർഡിലെ പ്ലഗ് ടോപ്പ് നമ്മളൊരു 3 പിൻ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. 3 പിൻ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. മൾട്ടിമീറ്ററിൻ്റെ പൊസിഷൻ AC വോൾട്ടേജ് റേഞ്ചിലേക്ക് ഇടുക. അതിനുശേഷം മൾട്ടിമീറ്ററിൻ്റെ 2 ലീഡ്സുകളും 3 പിൻ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുക. സ്വിച്ച് ഓൺ ആക്കുമ്പം അതിൽ വോൾട്ടേജ് റീഡ് ചെയ്ത് നമുക്കിപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ ഈ 3 പിൻ സോക്കറ്റ് കറക്റ്റാണ്. അതേപോലെ തന്നെ അടുത്ത 3 പിൻ സോക്കറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. അങ്ങനെ 3 3 പിൻ സോക്കറ്റുകൾ നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ 3 പിൻ സോക്കറ്റുകളും നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോഡ് ഉപയോഗിച്ചും ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഒരു എക്സ്റ്റൻഷൻ ബോർഡ് നിർമ്മിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ആക്സസറീസ് കടകളിൽ നിന്നും വാങ്ങി വീടുകളിൽ തന്നെ ഗുണമേന്മയുള്ള നല്ല എക്സ്റ്റൻഷൻ ബോർഡുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.